ഇവരുടെ ഇലഞ്ഞിപ്പാലം സ്റ്റേഷൻ പരിധിയാണ് നമ്മളെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗം. ഈ നാട്ടിൽ എന്താണ് നടക്കുന്നത്? കോർപ്പറേഷൻ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണക്കാരനും ജീവിക്കാൻ നിവർത്തിയില്ലാത്ത ഒരു സമൂഹം. ഇന്ന് മൊഴിയെടുക്കാൻ വിളിച്ചിരുന്നു, ഇന്ന് ഡ്യൂട്ടി കാരണം പോകാൻ പറ്റിയില്ല. എവിടെ അനീതി കണ്ടാലും എതിർക്കാൻ ഒരു സദാചാര പോലീസുകാർ. ഇവർക്ക് മുന്നിൽ ബലിയാടായത് ഒരു സാധാരണക്കാരനായ ഒരു ഡ്രൈവറായ മനുഷ്യൻ. നിയമവിരുദ്ധമല്ലേ എന്ന് കരുതി അർഹിക്കാത്ത ഒരു സ്റ്റോപ്പിൽ നിർത്താൻ പാടില്ല എന്ന് കരുതിയായിരിക്കാം ആ ഡ്രൈവർ മുന്നോട്ട് പോയത്. അതിനെതിർത്താണ് നാട്ടുകാർ സദാചാര പോലീസിനെ വിളിക്കുകയും അയാൾക്കെതിരെ തിരിയുകയും ചെയ്തത്. എങ്ങനെയാണെങ്കിലും സത്യം തിരിച്ചറിയാൻ അല്ലെങ്കിൽ സത്യത്തെക്കുറിച്ച് നമ്മളോട് പറയാൻ ആ ഡ്രൈവർ തയ്യാറാവുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മളുടെ DNA ന്യൂസിലേക്ക് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഞാനങ്ങനെ മദ്യപിക്കാറ്. ഈ മദ്യപിച്ചാൽ തന്നെയും ഡ്യൂട്ടി സമയത്ത് ഞാൻ ഒരിക്കലും ഒരു കാരണവശാലും, ഞാൻ ഇത്രയും വർഷമായി 98 മുതൽ ഞാനുണ്ട്, അങ്ങനെ ഞാൻ മദ്യപിക്കാറുണ്ട്. പിന്നെ ഭാര്യയുടെ അസുഖവും കാരണം സാമ്പത്തികമായിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനിടെ കൂടെ പിന്നെ മദ്യവും കൂടെ വാങ്ങിക്കാനുള്ള കാശ് വേണ്ട. പിന്നെ എൻ്റെ മുഖഭാവം ഇത് തന്നെയാണ്. ഇപ്പം നല്ല വലിയവരാരെയും മക്കളെ ഇനി ആവാൻ സാധിക്കില്ല. ഈ ഞാൻ ജനിച്ചപ്പോഴോട്ടേ ഇങ്ങനെയാണ്, ഈ മുഖഭാവമൊക്കെ ഇങ്ങനെ തന്നെയാണ്. പിന്നെ ശാലം കൂടെ ക്ഷീണിച്ച്, ഭാര്യയുടെ അസുഖം അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ശാലം ക്ഷീണിച്ച് പോയിട്ടുണ്ട്. അല്ലാതെ എനിക്ക് ആരോഗ്യത്തിന് കുറവൊന്നുമില്ല. ഞാൻ ഏത് റൂട്ടിയും പോകാൻ ഫില്ലിങ്ങാണ്. അന്ന് യാത്രക്കാർ ഇവർക്ക് വേണ്ടിയിട്ടല്ല, വേറെ ആൾക്കാർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അവരാണ് വന്ന് ബഹളം ആദ്യം ഉണ്ടാക്കിയത്. അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടാണ് ഇയാൾ പിന്നെ പ്രത്യേകം വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. എന്നിട്ട് എനിക്ക് എൻ്റെ ചേട്ടത്തൊരു തേപ്പൻ തന്നു. അത് ഞാൻ തിരിച്ച് കൈ തട്ടിയപ്പോഴത്തേക്ക് അതുണ്ട്, പക്ഷേ അവൻ ഇങ്ങോട്ട് തല്ലിയതില്ല. അങ്ങനെയാണ് തെറ്റിദ്ധാരണ വന്നതും. അങ്ങനെയാണ്. പിന്നെ ഇത്രയും മണിക്കൂർ ഓടിക്കൊണ്ട് പോയില്ലേ, ഞാൻ വിളിക്കാറായി. കുളിച്ച് ഫ്രഷൊന്നും അല്ലല്ലോ, ആ ക്ഷീണത്തിൽ ഓടിക്കൊണ്ടിരിക്കില്ല. പിന്നെ മുഖത്തിന് ആ ഷേപ്പ് മാറും. ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ എന്നിട്ടാണ് ഒരു ചായ കുടിച്ചത്. അത് കഴിഞ്ഞ് അടുത്ത റൗണ്ട് ഓടി. അതുവരെ ഇരുന്ന് ഓടിക്കേണ്ടല്ലേ. ഇത് പതുക്കെ പോകുന്ന സാധനമൊന്നുമല്ല. ഇത്രയും തിരക്കിന് എവിടെ കൂടെ പോവുകയില്ലേ രാത്രി ഉറക്കം വിളിച്ച്. ഇവർ പുഷ് ബാക്ക് സീറ്റ് ഇരുന്നുകൊണ്ട് ഉറങ്ങി. നമുക്കങ്ങനെ ഉറങ്ങാൻ ഒക്കത്തില്ല. ഇവരുടെ ഇലഞ്ഞിപ്പാലം സ്റ്റേഷൻ പരിധിയാണ് നമ്മളെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗം. ഇലഞ്ഞിപ്പാലത്ത് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. കോർപ്പറേഷൻ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈബർ സെല്ലിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇന്ന് മൊഴിയെടുക്കാൻ വിളിച്ചിരുന്നു, ഇന്ന് ഡ്യൂട്ടി കാരണം പോകാൻ പറ്റിയില്ല. അതും 2 ദിവസം തന്നെ വെച്ചാൽ അതും ശരി എല്ലാം കൊടുക്കും. സൈബർ സെല്ലിൽ അവർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ വൈറലായതോടെ എനിക്ക് പറയാനുള്ളത്, ഇനിയും ഒരാളെ ശരീരപ്രകൃതി കൊണ്ടോ അല്ലെങ്കിൽ ഒരാളുടെ മുഖഭാവം കൊണ്ടോ അയാളുടെ പ്രതികരണ ശേഷി കൊണ്ടോ അയാളൊരു മദ്യപാനിയാണെന്നോ അയാളൊരു വേറൊരു കാര്യത്തിന് തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുകൊണ്ട് തന്നെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.